ദാ എനിക്കൊപ്പം ഇവിടെ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയല്ല, VP മൻസിയ. മൻസിയെ അറിയാത്ത എന്ത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി അല്ലേ? മൻസിയ, എന്താ വിശേഷം, പറയൂ. സന്തോഷം, വീണ്ടും കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലെ ഭാഗമാവാൻ സാധിച്ചതിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണോ, ഇന്നാണോ വരുന്നത് കലോത്സവത്തിലേക്ക്? ഇന്നലെ എത്തിയിട്ടുണ്ട്. ഓക്കെ, മൻസിയുടെ സ്റ്റുഡൻസ് പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഇപ്രാവശ്യം പുതിയൊരു റോളിലാണ് പരിശീലകയായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓൺ സ്റ്റേജും ബാക്ക് സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടെൻഷൻ രണ്ടും ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ ഭാവവ്യത്യാസം വന്നു എന്ന് പറയല്ലേ, ടെൻഷൻ ഉണ്ട് അപ്പോഴും ഉണ്ട്. എനിക്ക് ഏറ്റവും ഞാൻ സ്റ്റേജിൽ കയറുന്നതിനേക്കാളറെ ഏറ്റവും ഞാൻ ടെൻഷൻ അടിക്കുന്നത് എൻ്റെ കുട്ടികൾ സ്റ്റേജിൽ കയറുമ്പോഴാണ്. എൻ്റെ ഒരു പ്രൊഡക്ട്സ് ആണല്ലോ. എത്ര സ്റ്റുഡൻസ് പങ്കെടുക്കുന്നുണ്ട് ഇക്കൊല്ലം? രണ്ട് ഏതൊക്കെ ഇനങ്ങളില്? ഹൈസ്കൂൾ ഭരതനാട്യവും കേരള നടനവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവരുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴേ നമ്മള് കലോത്സവത്തിൽ പങ്കെടുത്ത കാലമൊക്കെ ഓർമ്മയുണ്ടോ? എന്താണ് ഇപ്പൊ പറയാനുള്ളത് ആ ഒരു സമയത്തെ കുറിച്ച്? ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ വളരെ ടെൻഷനോടുകൂടിയും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇത്തരം സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു. അതിൽ ഭാഗമാവാൻ സാധിച്ചു, വിജയിയാകാൻ സാധിച്ചു. അതേ സ്റ്റേജിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇങ്ങനെ കളിക്കുമ്പോൾ എന്തെന്നറിയാത്തൊരു, എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാതെ എനിക്കറിയില്ല, അത്രയും സന്തോഷമാണ്. ഈ കല എന്ന് പറയുന്നത് അതൊരു സാമൂഹികമായ കെട്ടുറപ്പിന് ഏറ്റവും നല്ല ഒരു മാധ്യമം കൂടിയാണ്. ആ നിലയ്ക്ക് ഏറ്റവും ശക്തമായ സന്ദേശം നൽകിയതിലും ശബ്ദിച്ചതിലും വളരെ നിർണായകമായ റോളുള്ള ഒരാളാണല്ലോ മൻസിയ. അപ്പോൾ ആ നിലയ്ക്ക് കൂടി ഇത്തരം ഒരു കലാസംഗമ വേദിയെ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ്? വലിയ സന്തോഷമുണ്ട്. ഇതിൽ പല സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ തലത്തിലുള്ള കുട്ടികൾ ഉണ്ട്. ഉയർന്നവരെന്നോ വലിയ ഒരു താഴ്ചവനെന്നോ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ് ആ സ്റ്റേജിൽ. അതുതന്നെയാണ് കലയുടെ മഹത്വം എന്ന് പറയുന്നത്. എല്ലാ വേദികളും എല്ലാവർക്കും ഒരുപോലെയാണ്. അവിടെ കലയെ മാത്രമേ ഉള്ളൂ, കലാകാരൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് സ്കൂൾ കലോത്സവം മുതൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളം മഹത്തായിട്ടുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇക്കൊല്ലമാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യവും നമ്മുടെ ഗോത്ര കലകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അതിർവരമ്പുകളൊക്കെ ഇല്ലാതെയാക്കി ക്ലാസിക്കലെന്നോ ഫോക്കെന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ മനുഷ്യരായി കാണാനും കലയായി കാണാനുമുള്ള ഒരു വലിയൊരു വേദിയാണ്. കലയ്ക്ക് ഒരു നിലയ്ക്കും ജാതീയമായ അതിർവരമ്പോ അല്ലെങ്കിൽ ഏതൊരു അർത്ഥത്തിലായാലും അതിനൊരു അതിർവരമ്പേ പാടില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം തൊട്ടിങ്ങോട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കൃത്യതയാർന്ന, സാധാരണ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ കാണാത്തതാണ്. ഈ സമയബന്ധിതമായി പരിപാടികൾ പൂർത്തിയാക്കാൻ കഴിയാറില്ലല്ലോ. അത് തിരക്ക് മൂലമാണ്. ഒരു പരിശീലക എന്ന നിലയ്ക്ക് ബാക്ക് സ്റ്റേജിൽ ഗ്രീൻ റൂമിലൊക്കെ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്രാവശ്യം പക്ഷേ അത്യാവശ്യം കൃത്യമായിട്ടാണ് നടന്നു പോകുന്നത്. എന്റെ കുട്ടി 11:30 സ്റ്റേജിൽ കയറും എന്ന് പറഞ്ഞു. 11:30 മുമ്പ് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫസ്റ്റ് ഡേ ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പിന്നെ പ്രത്യേകിച്ച് ഡാൻസ് ആവുമ്പം ഇതെല്ലാം കൂടെ കെട്ടിറങ്ങാം. വെറും 10 മിനിറ്റേ ഉള്ളൂ, പക്ഷെ 3-4 മണിക്കൂറിന്റെ മേക്കപ്പാണ്. അത് പിന്നെ അവരെയും പറയാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് കയറാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുകൾക്കിടയിലും പരമാവധി സമയം പാലിക്കുന്നുണ്ടല്ലോ. ഇന്ന് കൃത്യം 9:30 ആ സമയത്ത് തന്നെ ഭരതനാട്യം സ്റ്റാർട്ട് ചെയ്തു. കൃത്യമായിട്ടാണ് എല്ലാ മത്സരങ്ങളും പുരോഗമിക്കുന്നത്. ഈ മൻസിയ ഒരു നർത്തകി എന്ന നിലയ്ക്ക് കേരള സമൂഹത്തിന് മുഴുവൻ അറിയാം. ഒരു ഗായിക എന്ന നിലയ്ക്ക് എങ്ങനെയാണ്, പാട്ടുകാരി എന്ന നിലയ്ക്ക് എങ്ങനെയാണ്? ഒരു 2 വരി നമ്മുടെ പ്രേക്ഷകർക്ക് നടക്കില്ല. ശരി. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ടുള്ള കലോത്സവങ്ങളിലൊക്കെയും കൂടുതൽ മത്സരാർത്ഥികളെ, ഇപ്പോൾ മൻസിയ കലാജീവിതം പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ കലാരംഗത്തിന് സമർപ്പിച്ചതുപോലെ തന്നെ മൻസിയ നേരത്തെ പറഞ്ഞുള്ള പ്രോഡക്ട്സ് അല്ലേ, മൻസിയയുടെ ആ ഒരു നൃത്ത സബരിക്ക് പിന്മുറക്കാരായി വരുന്നവർക്ക് കൂടുതലായിട്ടുള്ള കുട്ടികളെയൊക്കെയും അവതരിപ്പിക്കുമോ കലോത്സവങ്ങളിൽ? മത്സരത്തിന് വേണ്ടിയല്ല ശരിക്കും എൻ്റെ ഒരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പക്ഷേ കേരളത്തിൽ വലിയൊരു വേദിയാണ്, അവസരമാണ് ഈ കലോത്സവങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് വേറെ വേദികളില്ല. വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കല്ലാതെ വേറെ വേദികൾ നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് സർക്കാർ പ്രോഗ്രാമുകളിൽ പുതിയ ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ കേരളീയത്തിൽ നമ്മുടെ കേരളത്തിലെ കലാകാരരെയാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് കാണിച്ചത്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ വന്നെങ്കിലും ചെറിയ മക്കൾക്ക് ഇത് തന്നെയാണ്, കലോത്സവം തന്നെയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. 160 കുട്ടികളാണ് എൻ്റെ ഡാൻസ് സ്കൂളിലുള്ളത്. അവരെല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കല അതുപോലെ പറഞ്ഞു കൊടുത്ത് മത്സരത്തിന് വേണ്ടിയല്ലാതെ അവരെ വളർത്താൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഒരു മത്സരത്തിന് അതീതമായി കലയ്ക്ക്
മറ്റ് നിരവധിയായ കാര്യങ്ങൾ സമൂഹത്തിന് നൽകാനുണ്ട്. അതിലേക്ക് തീർച്ചയായിട്ടും ഈ 1ാം സ്ഥാനം 2ാം സ്ഥാനം അല്ല ഒരു ആർട്ടിസ്റ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ അതൊരു പ്രോത്സാഹനമാണ്. ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല, ഇത് തുടക്കം മാത്രമാണെന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. വളരെ വളരെ ശക്തമായ സന്ദേശമാണ് മൻസിയുടെ കലാജീവിതത്തിലൂടെയും മൻസിയ സമ്മാനിച്ചത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പരിശീലിപ്പിച്ചെടുക്കുന്ന കുഞ്ഞുങ്ങളിലൂടെയും അല്ലേ, ആ കുട്ടികളിലൂടെയും ആ നിലയ്ക്കുള്ളൊരു സന്ദേശം തന്നെയാണ് നൽകാൻ നോക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം അതിഥിയായി എത്തിയതിന്, ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇത്രയധികം സമയം പങ്കുവച്ചതിന്. പാട്ട് പാടാത്തതിൻ്റെ ഒരു ചെറിയ പരിഭവം എനിക്കുണ്ട് കേട്ടോ.